എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു നല്ല കാര്യമാണത്. സ്ത്രീകൾ ഫിലിം ഫീൽഡിൽ അവർ തൊഴിലിടങ്ങളിൽ അനുഭവിച്ചു പോകുന്ന പുരുഷ മേധാവിത്വം അല്ലെ അവരനുഭവിച്ചു വന്ന പീഡനങ്ങളും എല്ലാം തുറന്നു പറയാനുമുള്ള അതിനൊരു പരിഹാരം എടുക്കാനുള്ള ഒരു നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് ആവശ്യവും അനാവശ്യവും ഫേമസ് ആകാൻ വേണ്ടി, അതായത് 4 പേരെ അറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയുടെ പേര് പീഡനം ആരോപിച്ച് ഫേമസ് ആകാൻ വേണ്ടി, ഫെയിം കിട്ടാൻ വേണ്ടി ഉള്ള ഒരു തന്ത്രമായിട്ട് പോലും ഉപയോഗിക്കുന്നു. ഇപ്പം നിവിൻ പോളിക്കെതിരെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പം നിവിൻ പോളിക്ക് അത് ചാനലുകളിലെല്ലാം വളരെ കാര്യമായിട്ട് ആഘോഷിച്ച് ആ ഒരു പെൺകുട്ടി പറഞ്ഞ സ്ത്രീ ഫെയിം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഫെയിം കിട്ടി. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇവരുടെ കുഴി തോണ്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ എന്താണ് ബാക്ക് ഹിസ്റ്ററി എന്നുള്ളത് അതുപോലെ തോണ്ടിയെടുക്കാനും കഴിവുള്ള മിടുക്കന്മാരുണ്ടെന്ന് ഇവർ ഓർക്കണം. ഈ കളിക്കാൻ ഇറങ്ങുമ്പോൾ അതുകൂടെ ആലോചിക്കണം. അപ്പോൾ ഇപ്പോൾ അറിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 3 പേര് ഇവരെ സുനിൽ അതിൽ 6ാം പ്രതി എങ്ങാണ്ടാണ് നിവിൻ പോളി. പക്ഷേ നിവിൻ പോളിയുടെ പേര് മാത്രമേ വെളിയിൽ കേൾക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെയൊന്നും പറയത്തില്ല. ദുബായിൽ മുറിയിൽ മയക്കുമരുന്ന് നൽകി 3 ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം കൊടുത്ത പരാതിയിൽ നിവിൻ പോളിയുടെ പീഡിപ്പിച്ചു എന്നുള്ള വാക്കില്ലായിരുന്നു, മറ്റുള്ള രീതിയിൽ എന്തോ ഒരു കേസാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇവർ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിച്ചു, നിവിൻ പോളി പുള്ളിക്കാരത്തിയുടെ ഫോൺ മേടിച്ച് വെച്ച് കൈവച്ചിരിക്കുക, ഫോൺ ഹാക്ക് ചെയ്തു, പുള്ളിക്കാരത്തിയുടെ ഭർത്താവിനും മോനും കൂടെ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ ക്യാമറ വെച്ചു. പിന്നെ ഒട്ടനവധി പരാതികളെല്ലാമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പുറത്തു വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നിവിൻ പോളിക്ക് ഫോൺ ഹാക്ക് ചെയ്യാനൊക്കെ അറിയാമല്ലോ, അത് ആ ഒരു വശം കൂടെ കാണും. പിന്നെ പറയുന്നതിൽ ഏറ്റവും ഉപരിയായിട്ട് അരുൺകുമാറിൻ്റെ മുന്നിൽ വന്നിരുന്ന് ചോദിക്കുമ്പോൾ അരുൺകുമാർ പോലീസ് ചോദ്യം ചോദിക്കുന്നവർ ചോദിക്കുമ്പോൾ ഇവർ കിളി പോയ മറുപടിയാണ് പറഞ്ഞത്. ഒരു ഇതുമില്ല, നമുക്കും മനസ്സിലാവില്ല, പറഞ്ഞ് കേട്ടവർക്കും മനസ്സിലാവില്ല, ഒന്നുമില്ലാത്ത കിളി പോയതോ ഒന്നെങ്കിൽ മയക്കുമരുന്ന് അടിച്ചിട്ട് പറയുന്നോ അല്ലെ കിളി പോയതുപോലത്തെയുള്ള മറുപടിയാണ് പറഞ്ഞത്, പരസ്പര ബന്ധമില്ലാത്ത മറുപടിയാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഭാര്യയും ഭർത്താവിൻ്റെ ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ തപ്പിയെടുത്തിട്ടുണ്ട്. ഞാൻ അത് ഈ സൈഡിലൊക്കെ കൊടുക്കാം. ഭാര്യ നിൽക്കുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് ഭാര്യയുടെ മുന്നിൽ കഞ്ചാവ് അടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പോസ്റ്റ് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മദ്യക്കുപ്പി നിരത്തി വെച്ചിട്ട് അതിനൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. ക്യാപ്ഷനൊക്കെ തെറി കൂട്ടിയായതുകൊണ്ട് ഒന്നും നമുക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇവരുടെ സ്വഭാവം നമുക്ക് ഇവർ ഉഡായിപ്പ് ടീമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയെ വേശ്യാന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരു എണ്ണം പോലും വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല, അത്ര തറ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മണൽ മാഫിയായിട്ട് കണക്ഷൻ ഉണ്ട് ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവിന്. കഞ്ചാവടിയാണ്, കഞ്ചാവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. മണൽ മാഫിയാണ്. പോലീസിനെ വെട്ടിച്ച് കാലങ്ങളോളം മണൽ കടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയാണ് കുറ്റക്കാരാക്കിയും വേശിയെന്നും പറഞ്ഞും ഒത്തിരിയും കുറ്റങ്ങൾ പറയുന്നുണ്ട്. അടുത്തൊരു പോസ്റ്റൂടെ കാണിക്കാം. ഒന്നും വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം അത്ര വൃത്തികേടാണ് എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കുന്നവർക്ക് വായിക്കാം, ഞാനായിട്ട് വായിച്ച് കേൾപ്പിക്കില്ല, അതുപോലത്തെ വൃത്തികേടാണ്. സ്വന്തം അമ്മയെക്കുറിച്ചൊക്കെ ആ ഒരു മനസ്ഥിതി നമ്മൾ കാണാൻ വരുന്നത്. സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലത്തെ പോസ്റ്റൊക്കെ ഇടണമെങ്കിൽ ആ മനസ്സ്, ആ ഇട്ട ആളുടെ മനസ്സ്, നമ്മൾ അതിന് കൂട്ട് നിൽക്കുന്ന ഈ പെണ്ണും ഇപ്പം ഈ നിവിൻ പോളിക്കെതിരെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ പെണ്ണിൻ്റെ മനസ്സും ഈ പയ്യൻ്റെ അവരുടെ ഭർത്താവിൻ്റെ മനസ്സും ഒക്കെ നമ്മൾ കാണണം. സ്വന്തം അമ്മയെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറയുന്ന വാചകം. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്, ഞാൻ വായിച്ച് കേൾപ്പിക്കുകയില്ല. കുമാർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇവരുടെ മറുപടി ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളൊക്കെ കേട്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇവരുടെ ഒരു തരികട. ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവരെൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഇവരുടെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്, അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു, സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു. അതായത് ഇവരെന്തൊക്കെ ചെയ്യുന്നു, അപ്പം ഞാൻ കേസ് കൊടുക്കും, കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങോട്ട് പോകുന്നു, താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ? അതെ അതെ, നാട്ടിലുള്ള വീട്ടിൽ. ആ നാട്ടിലുള്ള വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ ഫാമിലി എവിടെയില്ലേ, അതോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എവിടെയാണ്, നാട് എവിടെയാണ്? ഞാൻ അത് ചോദിക്കുന്നത്, ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ്, അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി.
നേര്യമംഗലം. നേര്യമംഗലത്തെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവർ പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ? പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ ക്യാമറ പുറത്തുകൂടിയാണ് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. പക്ഷേ ഇത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവർ എൻ്റെ കൈകളിലാണ്, നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവർ വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ്. ഇവർ ഈ പറഞ്ഞതിൻ്റെ അകത്ത് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഹസ്ബൻഡും മോനും ഉള്ളു ആ വീട്ടിൽ, നാട്ടിലെ വീട്ടിൽ. ആ ഹസ്ബൻഡും മോനും പുറത്ത് പോയപ്പോൾ ഇവർ കൊണ്ടുവന്ന് ആ ബെഡ്റൂമിൽ ക്യാമറ വെച്ചു. ഈ ക്യാമറ വെച്ച് അപ്പോൾ അരുൺകുമാർ ചോദിക്കുന്ന വീട് കുത്തി തുറന്നാണ് ക്യാമറ വെച്ചത്. അപ്പോൾ പറയുന്നത് അല്ലാതെ പുറത്തൂടെ വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്ന്. ആ പറയുന്ന ഒന്നും ഒരു ബെഡ്റൂമിനുള്ളിൽ പുറത്തൂടെ ക്യാമറ വെച്ച്. അപ്പോൾ ഈ ക്യാമറ വെച്ചെന്നൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ തുറന്നോ അല്ല എങ്ങനെയാണെങ്കിലും CCTV ക്യാമറയൊക്കെ വെച്ചാൽ അത് കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് നിവിൻ പോളി മോനും ഭർത്താവും കൂടെ ബെഡ്റൂമിൽ ഇരിക്കുന്ന ഇവരെ കാണിച്ചു കൊടുക്കുന്നത് മൊത്തം ഒരു ഗ്രാമർ മിസ്റ്റേക്കാണ്, മൊത്തം ഒരു ഉഡായിപ്പിൻ്റെ ഇതാണ്. അരുൺകുമാർ ആണെങ്കിൽ അത് നല്ല രീതിയിൽ അരുൺകുമാറിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്തവും കൂടെ ഒന്ന് കേൾക്കാവേ. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവർ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഫോണിൽ? അതെ, AK സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു, തിരിച്ച് ദുബായിക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ആരുടെ ഫോണിലാണ് മെസ്സേജ് അയച്ചത്? താങ്കളുടെയോ ഹസ്ബൻഡിന്റെയോ? എൻ്റെ ദുബായിലുള്ള ഒരു സിം ഞാൻ പറഞ്ഞല്ലോ, ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി 2 ദിവസം പിടിച്ചു വെച്ചപ്പോൾ എൻ്റെ സിമ്മും നമ്പറുകളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിൽ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക? വാട്സപ്പാണ് ഉദ്ദേശിച്ചത്? വാട്സപ്പ്. ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും ആ വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ? അതെ. ഓക്കെ, അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം. അപ്പം അരുൺകുമാർ പറയുന്ന കേട്ടില്ലേ, ഇത് ഫോറൻസിക് വിഭാഗം കണ്ടെത്തട്ടെന്ന്. എന്താ പറയുന്നതെന്ന് ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഇതിന് ഇത്രയേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, നിവിൻ പോളിയോട് എന്തെങ്കിലും വൈരാഗ്യം കാണാം, അല്ലെ നിവിൻ പോളിയുടെ ഒരു പേര് വെച്ച് ഫേമസ് ആകാമെന്നോ, അല്ലെങ്കിൽ വല്ല സെൽഫി എടുക്കാൻ ചെന്നപ്പം മൈൻഡ് ചെയ്ത് കാണുകയല്ല, അങ്ങനെ എന്തെങ്കിലും വെച്ച് ഏതായാലും ഈ പേര് വെച്ചൊന്ന് ഫേമസ് ആകാമെന്ന് നോക്കിയതായിരിക്കും. അല്ലാതെ ഇത് എവിടെയും കണക്ട് ചെയ്യുന്നില്ല. ഈ പറയുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ ഇവർ ഓൾറെഡി ഇപ്പോഴും മയക്കുമരുന്ന് അടിച്ച് അടിമയായിരിക്കാം, മയക്കുമരുന്ന് അടിമയായിട്ട് ഇവർക്ക് ഓർമ്മ പോയിട്ട് കണക്റ്റ് ആവാത്തായിരിക്കാം. എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ടോയെന്നോ, ആരെങ്കിലും ഇവരെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇവർക്കത് നിവിൻ പോളിയായിട്ട് തോന്നിയതായിരിക്കാം. നിവിൻ പോളിയുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവരുടെ ഫോണിലുണ്ടോയെന്ന് ചോദിക്കാം. നിവിൻ പോളി ആ ഫോൺ മേടിച്ച് പിടിച്ചിരിക്കുകയെന്നൊക്കെ ഇവർ പറയുന്നത്. അതുകൊണ്ട് എവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ കണക്ഷൻ കിട്ടുന്നില്ല. നമുക്ക് ഇവർ പറയുന്നതൊന്ന് കൂട്ടി വായിക്കാൻ, അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊന്ന് കൂട്ടി വായിക്കാൻ പോലുമുള്ള സംഭവം കിട്ടുന്നില്ല. പക്ഷേ വല്ല സ്വപ്നം കണ്ട പോലുള്ള കാര്യങ്ങൾ കണക്ഷൻ ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും സത്യത്തിൻ്റെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഈ മയക്കുമരുന്ന് അടിച്ചടിച്ചടിച്ച് ബോധം പോയി ഓർമ്മ വിട്ട് പോകുന്നതാണോ ഇതൊന്നും നമുക്കറിയത്തില്ല. എന്താണേലും അല്ലെങ്കിൽ ചിലപ്പോൾ പേരെടുക്കാൻ വേണ്ടി വെറുതെ കാണിച്ച. പക്ഷേ ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുമ്പം കഞ്ചാവടി, മണൽ മാഫിയ, അമ്മയെ വേശിയെന്ന് വിളിക്കുക, ഇങ്ങനെ ഒരു സ്വഭാവ ഗുണം കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വെറുതെ കൊണ്ടുവന്ന ഒരു കേസായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിവിൻ പോളിയാണ് നല്ല ധൈര്യസമേതം നേരെ ഈ ന്യൂസ് കേട്ടപടി പുള്ളി പ്രസ് മീറ്റ് വിളിച്ച് വരുത്തി പുള്ളി ഉള്ള കാര്യം ഏതറ്റം വരെയും കേസ് തെളിയിക്കാൻ വേണ്ടി പോകുന്നു. പുള്ളി ചങ്കൂറ്റത്തോടെ പറഞ്ഞു. അതിന് മുന്നേ ഉള്ള നമ്മൾ ജയസൂര്യ ആണെങ്കിലും സിദ്ദിഖാണെങ്കിലും മുകേഷൊക്കെ ഓടുകയായിരുന്നു. എല്ലാവരുടെയും ഇതൊന്നും ഒരാൾ പോലും ഒരു പ്രസ് മീറ്റ് വിളിച്ച് തെളിവോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. അത് ആകെ മമ്മൂക്കയുടെ മകനെങ്ങാണ്ട് കേസിന് പോകുന്നുണ്ട്, അവരേ ഉള്ളൂ. പക്ഷേ നിവിൻ പോളിയുടെ കേസ് അങ്ങനെയല്ല. നിവിൻ പോളി ഓൺ ദ സ്പോട്ടിൽ നേരെ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് തെറ്റാണ്, എനിക്ക് അവരെ അറിയത്ത് പോലും ഇല്ല എന്നും പറഞ്ഞു. ഇപ്പോൾ കൂടുതലും പബ്ലിക് സപ്പോർട്ട് നിവിൻ പോളിക്ക് തന്നെയാണ്. ഇവർ പറയുന്നത് കിളി പോയ പോലെ ആയതുകൊണ്ട് ആർക്കും ഒരു വിശ്വാസവും വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.